ഹായ്, ഇപ്പം ഇന്നൊരു സൺഡേ ഞാൻ എൻ്റെ കുളി ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കാൻ പോയിരുന്നു. അപ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്താണ് ഞാനൊരു ടോപ്പിക്ക് കണ്ടത്. അപ്പോൾ ഈ ടോപ്പിക്ക് കുറച്ച് ദിവസമായി യൂട്യൂബിൽ ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നു. പക്ഷേ വലിയ രീതിയിലുള്ളൊരു ഡിസ്കഷൻ നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ട്രെൻഡിങ് ആയി കുറേ വിഷയങ്ങൾ യൂട്യൂബിൽ കൂടെ പോകുന്നുണ്ടല്ലോ. നമ്മുടെ വ്ളോഗേഴ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, എലക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വലിയൊരു ഡിസ്കഷനിലോട്ട് വന്നിട്ടില്ല. അങ്ങനെ ഞാനിരുന്ന് ഈ ടോപ്പിക്സ് നന്നായിട്ട് റെഫർ ചെയ്തു, കുറേ വീഡിയോസ് കണ്ടു, കുറേ ന്യൂസ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയത്തെക്കുറിച്ച് എനിക്കും സംസാരിക്കണം. അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് ഇസ് അബൌട്ട് അമ്മു സജീവൻ. ഇത്ര ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക്കിനെ പറ്റി അറിയാൻ തോന്നുന്നു. എന്നാലും ഒരു ചെറുതായിട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പത്തനംതിട്ട SMV കോളേജിലെ 4ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവ് ഹോസ്റ്റലിൽ എന്ന് വെച്ചാൽ ആൾ നിൽക്കുന്ന കോളേജ് ഹോസ്റ്റലിൽ നിന്ന്, കോളേജ് ഹോസ്റ്റലാണെന്ന് തോന്നുന്നു, ഹോസ്റ്റലിലത്തെ 3ാമത്തെ നിലയിൽ നിന്ന് ആത്മഹത്യ ചെയ്തു. എന്ന് വെച്ചാൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. നവംബർ 15-ാം തീയതിയാണ് ഈ ഇൻസിഡൻറ്റ് നടന്നത്. അപ്പോൾ ആത്മഹത്യകൾ എന്ന് പറയുന്നത് ഇന്ന് വളരെ കോമൺ ആണ്. നമ്മൾ ഇന്നത്തെ ന്യൂസ് അല്ലെങ്കിൽ പത്രങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ആത്മഹത്യയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് പല റീസൺസും കാണാൻ പറ്റും. ഡൊമസ്റ്റിക് വയലൻസ്, സ്കൂളിലെ പ്രശ്നം, കോളേജിലെ പ്രശ്നം, എക്സാമിൻ്റെ പ്രശ്നം, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങളാൽ ഒരുപാട് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അമ്മുവിൻ്റെ വളരെ അടുത്ത കൂട്ടുകാരികളായിട്ടുള്ള 3 കുട്ടികളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ട് കേസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം ഇത്രത്തോളം ചർച്ചയാവാനുള്ളതിൻ്റെ ഒരു മേജർ റീസൺ എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് ആത്മഹത്യയാവാൻ ചാൻസ് ഇല്ല. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാരണം അമ്മുയുടെ ഏട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മു ഹൈറ്റ് വളരെ പേടിയുള്ളൊരു കുട്ടിയാണെന്ന്. അപ്പം ഹൈറ്റ് പേടിയുള്ള ഒരാൾ എങ്ങനെയാണ് 3ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈ ഉയരങ്ങളിലേക്ക് കയറാൻ അമ്മുവിന് ഭയങ്കര പേടിയാണ്. ലിഫ്റ്റിലൊക്കെ കയറുന്ന സമയത്ത് തന്നെ വലിയ ഭയമുള്ള ഒരു കുട്ടിയാണ് അമ്മു എന്ന് സഹോദരൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഐ ക്യാൻ റിലേറ്റ്, ബിക്കോസ് ഞാനും ഹൈറ്റ് ഭയങ്കര ഫോബിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്കിങ്ങനെ മുകളിൽ നിന്ന് ചാടാൻ പറ്റുമോ എന്നുള്ളത് പിന്നെ ഒരു പോയിന്റിൽ തോന്നിപ്പോകുന്നതാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ അമ്മുവിൻ്റെ റൂമിൽ നിന്ന് ഐ ക്വിറ്റ് എന്ന് എഴുതിയ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഐ ക്വിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ആത്മഹത്യക്ക് മുമ്പ് എഴുതി വെക്കുന്ന രീതിയിൽ ഒരു കുറിപ്പ് കിട്ടി. ക്വിറ്റ് എന്ന ഒരു പേപ്പറിൽ എഴുതിയ എഴുത്താണ് കിട്ടിയത്. ഇതും ഈ കേസിൽ നിർണായകമാണ്. കാരണം ഇതിനൊരു ആത്മഹത്യാ കുറിപ്പായി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. പക്ഷെ വീട്ടുകാരെല്ലാം ഐഡന്റിഫൈ ചെയ്ത് പറയുന്നത് അത് അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്നാണ്. മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ അമ്മുയുടെ അച്ഛൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളിൽ അച്ഛൻ പറയുന്നുണ്ട് അവളിങ്ങനെ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ അവൾ നിലത്ത് വീണ് കഴിഞ്ഞതിന് ശേഷം ഒരു വീഴ്ചയിൽ സംഭവിക്കേണ്ടതായ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊന്നും അവളുടെ ശരീരത്ത് കണ്ടിട്ടില്ല എന്നും പിന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മൂന്നാമത്തെ റീസൺ. ഈ വീണ് എന്ന് പറയുന്ന സമയവും പിന്നീട് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയവും കൂടി ചേർത്ത് പറഞ്ഞാണ് അവർ ആ സംശയം ഉന്നയിക്കുന്നത്. അതിനുശേഷം പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിലും ദുരൂഹത പറയുന്നു. ജനറൽ ആശുപത്രിയിൽ 1.5 മണിക്കൂറോളം കിടത്തി അവിടെ എന്ത് ചികിത്സ കൊടുത്തു. അങ്ങനെ അടിമുടി ദുരൂഹത ഈ മൊത്തം കാര്യത്തിൽ. അപകടമുണ്ടായത് അതിന് പിന്നീട് നടത്തിയ ചികിത്സയുമായി ബന്ധപ്പെട്ട ഉടനെ ഈ കുടുംബത്തിലുണ്ട് അവരുടെ ഫാമിലി പറയുന്നത്. 4ാമത്തെ റീസൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അമ്മുവിൻ്റെ സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവർ കാരണമായിരിക്കും, അല്ലെ അവരെന്തെങ്കിലും ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ അമ്മു ഓൾറെഡി അമ്മുവിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് അവൾ സംസാരിച്ചത്. പിന്നെ എങ്ങനെയാണ് വൈകുന്നേരം ആകുമ്പോഴേക്ക് അവൾ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന രീതിയിൽ അവളെ മാനസികമായി ബുദ്ധിമുട്ടിലാക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ആ ഹോസ്റ്റലിൽ ഈ കുട്ടികൾ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതൊക്കെ. റൂമിൽ അതിക്രമിച്ച് കയറുക, ചീത്ത വിളിക്കുക, കോർണർ ചെയ്യുക, ക്ലാസ്സിൽ വെച്ച് ഹരാസ് ചെയ്യുക, വാഷ്റൂമിൻ്റെ അവിടെ കൊണ്ടുപോയി ഉപദ്രവിക്കുക, അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ എൻ്റെ കുഞ്ഞ് സഹിച്ചു. ആത്മഹത്യ ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം രീതിയിലുള്ള എന്തെങ്കിലും പെരുമാറ്റം കുട്ടികളുടെ ഇടയിൽ നിന്ന് വന്നോ എന്നുള്ളതൊക്കെയാണ് വീട്ടുകാരുടെ ഒരു സംശയം. അപ്പം അമ്മയുടെ സുഹൃത്തുക്കളെ പറ്റി പറയുകയാണെങ്കിൽ 3 ആളാണുള്ളത്. ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആ ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3 കുട്ടികളാണ്, പെൺകുട്ടികളാണ്. ഇവർ വളരെ അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു. കുറച്ച് കാലം നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. പിന്നെ സാധാരണ സൗഹൃദങ്ങളിൽ ഉണ്ടാവുന്നത് പോലെ ഇവരുടെ ഇടയിൽ പല പ്രശ്നങ്ങളും വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ആയിട്ട് ഇവർ തെറ്റി. അങ്ങനെ ഈ വിഷയം വലിയൊരു ടോപ്പിക്കിലോട്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് രാത്രി എന്തോ സിനിമ കാണാൻ പോയി. അമ്മു അത് ക്ലാസ് ടീച്ചർ എടുത്ത് പറഞ്ഞു.
അതിനുശേഷം ചിലപ്പോൾ മേ ബി വീട്ടുകാരൊക്കെ അറിഞ്ഞതിൻ്റെ ഇമ്പാക്റ്റിൽ കുട്ടികൾക്ക് അമ്മുവിനോട് ദേഷ്യം ഉണ്ടാവും. അങ്ങനെ ഹോസ്റ്റലിലാണെങ്കിലും കോളേജിലാണെങ്കിലും അമ്മു ഒരുപാട് തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും അവരുടെ ഇടയിലുള്ള കച്ചറ ഒച്ചപ്പാട് വഴക്ക് പിന്നെ അങ്ങനെ നമുക്കറിയില്ല ഈ പിള്ളേരുടെ ഇടയിൽ ഉണ്ടാവും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളിൽ കൂടെ അമ്മു കടന്നു പോയിട്ടുണ്ട്. ലാസ്റ്റ് അമ്മു ഇത് കൂടി വന്ന സമയത്ത് വീട്ടിലോട്ട് വിളിച്ച് പറയുന്നു. വീട്ടുകാർ കോളേജിൽ വരുന്നു, പ്രിൻസിപ്പളിനോട് സംസാരിക്കുന്നു. പ്രിൻസിപ്പൾ എല്ലാവരും കൂടെ ഇവർ ഒരുമിച്ചിരുത്തി ആ വിഷയം സോൾവ് ചെയ്ത് വിടുന്നു. സോൾവ് ചെയ്താലും ഈ കുട്ടികൾക്ക് അമ്മുവിനോടുള്ള ദേഷ്യം പോകുന്നില്ല. അങ്ങനെയാണ് ഈ റീസെൻ്റ്ലി അമ്മു മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു ഇഷ്യൂ ഉണ്ടായി. അതിൽ കുട്ടിയുടെ ലോഗ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന ബുക്കാണ്. അപ്പോൾ ഈ ലോഗ് ബുക്ക് എന്ന് പറഞ്ഞ ബുക്ക് കാണാനില്ല, അത് അമ്മുവാണ് എടുത്തത് എന്ന് കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ പറഞ്ഞ് പരത്തുന്നു. അമ്മുയുടെ റൂം ചെക്ക് ചെയ്യുന്നു, അമ്മുവിൻ്റെ ബാഗ് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുന്നു. അതിൽ അമ്മു ഒരു കള്ളത്തിയാണെന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഇവൾക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാക്കുന്നു. ഇതാണ് അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ കുട്ടികൾ ഒരുപാട് തരത്തിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ട് അമ്മുവിൻ്റെ നേരെ ചെയ്തിട്ടുണ്ട്. അമ്മു എന്ത് ചെയ്തിട്ടുണ്ട്, അമ്മുവിൻ്റെ ഏട്ടനെയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ കോളേജ് ഫൈറ്റ്. അപ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് വീട്ടുകാരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ മാനസികമായി ഈ സാഹചര്യവുമായിട്ട് ഒത്തുപോകാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം കുട്ടി ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഷ്യൂ. ഈ ഇഷ്യൂ കൊണ്ട് ഇപ്പം ഉണ്ടായ ഒരു നഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി കയറി ആത്മഹത്യ ചെയ്തു. 3 കുട്ടികളുടെ ജീവിതം അങ്ങ് സ്പോയിലായി. കാരണം നമുക്ക് കുറേ പേർക്ക് കുട്ടി ആരാ എന്താ എന്നൊന്നും അറിയില്ലെങ്കിലും ആ കോളേജിലും ആ നാട്ടുകാർക്കും ഇതേതാ കുട്ടി എന്താ വിഷയം എന്നറിയാം. 3 കുടുംബത്തിൽ തന്നെ എത്ര കുടുംബക്കാരുണ്ട്, ഇവരുടെ ഇടയിലൊക്കെ ഇതിപ്പോൾ ഒരു ചർച്ചാ വിഷയമായിരിക്കും. ഒരു ചെറിയ സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടായ ഒരു വഴക്ക് ഒരാളുടെ ജീവൻ കളയുകയും 3 ആളുടെ ലൈഫ് കംപ്ലീറ്റ് സ്പോയിലാവുകയും ചെയ്തു. ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് ആത്മഹത്യയെ കുറിച്ച്, രണ്ടാമത്തത് എന്താണ് സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും. ശരിക്കുമൊക്കെ നമ്മളുടെ ലൈഫിൽ ഏറ്റവും നല്ല കാലമാണ് ഈ നമ്മളെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെറിയ കുട്ടികളാണ്. കോളേജിലോട്ട് എത്തുമ്പോൾ ഭയങ്കര അടിച്ചുപൊളിയാണ്, ഫ്രണ്ട്സ്, വൈബ്, കറക്കമൊക്കെ. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫ്രണ്ട്സുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഫ്രണ്ട്സുമായിട്ട് ഇഷ്യൂ ഇല്ലാത്ത ഒരു പിള്ളേരും ഉണ്ടാവില്ല. ഇപ്പം ഞാനിപ്പോൾ ജോലിക്ക് കയറിയെങ്കിലും ഞാൻ പഠിക്കുന്ന സമയത്തും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് ഈ സമയമാവുന്ന സമയത്ത് മിക്ക പല പ്രശ്നങ്ങളും നമ്മൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരുടേതായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ പല പ്രശ്നങ്ങളും തീരും. ഇപ്പോൾ ഒരു ഹോസ്റ്റലിനുള്ളിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് പല സ്വഭാവം പല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ ഒരുമിച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ സ്വഭാവമായിട്ട് അവർ സിങ്ക് ആവണമെന്നില്ല എന്ന് കരുതി നമുക്ക് കിട്ടിയ സുഹൃത്ത് നമുക്ക് ആപ്റ്റ് ആവുന്ന ഒരു സുഹൃത്തല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ സുഹൃത്ത് ബന്ധം അവസാനിപ്പിച്ചിട്ട് വേറൊരു സുഹൃത്തുക്കളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. മേ ബി അതെങ്ങാനും ആയിരിക്കും ചിലപ്പോൾ അമ്മുവിൻ്റെ കേസിൽ പറ്റിയിട്ടുണ്ടാവും. ഈ 3 കുട്ടികളുടെ അതേ വൈബായിരിക്കില്ല അമ്മു. അതുകൊണ്ടായിരിക്കും അമ്മു ചിലപ്പോൾ അതിൽ നിന്ന് മാറിയത്. അതൊരു വാശിയോ ദേഷ്യമോ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലോകത്തുള്ള എല്ലാവരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ അംഗീകരിക്കണം എന്നില്ല, നമ്മൾ പോസിറ്റീവ്സ് കാണണമെന്നില്ല, നമ്മളതായ രീതിയിൽ ഇഷ്ടപ്പെടണം എന്നില്ല. അത് 100-ൽ 1-2 ആളെ ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് വാശി, റിവെഞ്ച് കാണിക്കുക, അത് ഡെയിലി ചെയ്യുക, അത് ആ കുട്ടിയിലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എല്ലാ കുട്ടികളും അവരോടൊരു +2 ടൈം വരെ അച്ഛൻ്റെയും അമ്മേൻ്റെയും സ്നേഹവും ഇഷ്ടവും കരുതലും ഒക്കെ കൊണ്ട് നിൽക്കുന്ന ആളാണ്. പെട്ടെന്നാണ് ഇവരുടെ വീട്ടിൽ നിന്നിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നത്. അവിടെ ഇവർക്ക് അവനവൻ്റെ ചെറിയ പാത്രം കഴുകുന്നത് തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ അവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായി നിൽക്കാൻ പറ്റുന്നത് അവരുടെ നല്ല സുഹൃത്തുക്കൾക്കാണ്. സമയങ്ങളിൽ നമ്മൾ എന്ത് തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അവരിൽ ഉണ്ടാക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ വിഷമം. കാരണം ആ ഹോസ്റ്റലിൽ ആ മുറികൾക്ക് അവർക്ക് ഏറ്റവും കമ്പനി സുഹൃത്തുക്കൾ, അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്രയും വിഷമം വരികയാണെങ്കിലോ. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാനസികമായ ബുദ്ധിമുട്ട് മറ്റൊരാളിൽ ഏൽപ്പിക്കുമ്പോൾ നമുക്കതൊരു ഫണ്ണായിരിക്കും, അതൊരു ദേഷ്യമായിരിക്കും, റിവെഞ്ച് ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് സ്പോയിലാവുന്നത് ഒരു കുട്ടിയുടെ ലൈഫും അത് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന അച്ഛൻ്റെയും അമ്മേൻ്റെയും ജീവിതം കൂടിയാണ്. ആ കണ്ണീരാണ്
മാതാപിതാക്കളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ പോലും സ്വന്തം ഫാമിലിനോട് ആ പ്രശ്നങ്ങളെ പറ്റി തുറന്നു പറയാൻ ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ ഒരു ക്ലാസ് ടീച്ചർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ ഫുൾ കാര്യം നിങ്ങളെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കൗൺസിലറാണ്. നമ്മൾക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് പല ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് വരും ഡി അഡിക്ഷൻ സെൻറ്ററിൽ. ഇവരുടെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇവർക്ക് ചിലപ്പോൾ ഫുഡായിരിക്കാം, സ്ലാങ് ആവാം, ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, പല പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ നോർമലായി കൊണ്ടുപോയാൽ മാത്രമേ എനിക്കൊരു ഗ്രൂപ്പ് തെറാപ്പിയോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസോ എൻ്റെ ജോലിയിൽ പ്രോപ്പറായി ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ക്ലയൻസിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം സോൾവ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികൾ സോൾവ് ഔട്ട് ചെയ്യട്ടെ, അതങ്ങ് റെഡിയാവും, അത് വലിയ വിഷയമല്ല, അല്ലെ അതെന്ത് എന്നൊരു മട്ടിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്പാക്റ്റ് വളരെയധികം വലുതായിരിക്കും എന്നുള്ളത് ഈ ഒരു കേസോട് കൂടിയെങ്കിലും നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക. അടുത്ത കാര്യമാണ് ആത്മഹത്യ. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സൂമുൺ. അപ്പോൾ ആത്മഹത്യ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വായിക്കുന്ന ഒരു ദിവസത്തെ ഒരു ന്യൂസ് എന്തായാലും ആത്മഹത്യ ആയിരിക്കും. ആത്മഹത്യയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഇന്ന് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2020 സെൻസസ് പ്രകാരം 5.8% നമ്മുടെ ഓവറോൾ ഇന്ത്യയുടെ ആത്മഹത്യാ ശതമാനത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തെ കേസസ് ആണ്. 2020 80,041 സൂയിസൈഡ് കേസസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2021 നിന്ന് 2022 നമ്മൾ നോക്കുന്ന സമയത്ത് 4.2% സൂയിസൈഡൽ കേസസിൻ്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രണയമുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഡൗറി, ഡൊമസ്റ്റിക് വയലൻസ്, പിന്നെന്താ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് റീസൺസ് ഉണ്ട്. പിന്നെ സെൽഫായിട്ട് അവനവൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്തത്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, എന്ത് ഗെയിൻ ചെയ്യുന്നു ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ? ഞാൻ സീരിയസ്ലി ആലോചിക്കുക, എന്താ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്നതിൽ കൂടെ? ലൈഫിൽ പ്രശ്നം അനുഭവിക്കാത്ത ആരുമില്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ. ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ജീവിക്കാൻ പറ്റാണ്ട് മരിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ഫ്ലഡ് വന്ന സമയത്ത് എത്ര ആൾക്കാരാണ് മരിച്ചു പോയത്? ഒരു കൊറോണ വന്ന സമയത്ത് എത്ര ആൾക്കാരാണ് മരിച്ചു പോയത്? ഇവർക്കൊന്നും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പോഴാണ് കിട്ടിയൊരു ജീവിതം കൊണ്ടുപോയി നശിപ്പിക്കുന്നത്. നമ്മളുടെ ലൈഫിൽ നമ്മളെക്കാൾ കൂടിയ ആൾക്കാരെ നോക്കുന്നതിനേക്കാൾ നമ്മളെക്കാൾ കുറഞ്ഞ ആൾക്കാരെ നോക്കണം. നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഭാഗ്യം ചെന്നവരാണ്. കയ്യും കാലും കണ്ണും കേൾക്കാനും അല്ലെ പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിച്ച് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ജീവിതം ഒരു വിലയും ഇല്ലാണ്ട് നമ്മൾ നേരെ കൊണ്ടുപോയി അങ്ങ് കളയുക. ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്താൽ എന്താ കിട്ടുന്നത്? ഇപ്പോൾ ആ കുട്ടിയുടെ ലൈഫ് സ്പോയിൽ ചെയ്തു. വാട്ട് ഷി ഗെയിൻ? 10-20 ദിവസം സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യും, കുറച്ച് ദിവസം പത്രത്തിലോ ഡിസ്കഷൻ വരും, വീട്ടുകാരെ കരയും, വീട്ടുകാർക്ക് പോയി. ആ കുട്ടികൾ ചിലപ്പോൾ പുറത്താവാണ്ടിരിക്കാം, എന്ത് വേണമെങ്കിലും നടക്കാം. അവരുടെ ലൈഫ് അവിടെ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് മാത്രമേ പോകൂ എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. എൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻസിനോട് പറയുന്നതാണ്, നിങ്ങളെ വിചാരം നിങ്ങൾ കള്ളുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരും കുടുംബക്കാർക്കെല്ലാം പോയിന്ന്. അവർക്ക് തോന്നുക നിങ്ങൾക്ക് മാത്രമേ പോകൂ, നിങ്ങളുടെ കരലെ അടിച്ചു പോകും, നിങ്ങളുടെ പൈസയെ പോകും, നിങ്ങളുടെ ആരോഗ്യമേ പോകും, അവരവരുടെ ലൈഫുമായിട്ട് പോകും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് നിങ്ങളെ മാത്രം സ്പോയിൽ ചെയ്യാം. സൂയിസൈഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സ് നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലീൻ്റെ അടുത്തോ കാര്യങ്ങൾ തുറന്ന് പറയാം. അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഇതിൽ സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി ഓഫ്ലൈനായിട്ട് സെഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഒരുപാട് സെഷൻസ് തരുന്ന എത്രയോ കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും സോൾവ് ഔട്ട് ചെയ്യാനുള്ളൊരു വഴി നമ്മുടെ മുമ്പിലുണ്ടാവും. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരത്തിലോട്ട് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കാണ്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തോട്ട് പോവുക. അല്ലാണ്ട് സ്വന്തം ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്തിട്ട് യു ആർ നോട്ട് ഗോണ ഗെയിൻ എനിത്തിങ്. ഞാൻ ഒരിക്കലും ഈ ടോപ്പിക്കുകൾ എടുത്ത് ചർച്ച ചെയ്യുന്നത്, വിഷയമാക്കുന്നത് ആ വിഷയത്തെ കീറി മുറിച്ച് 10-12 പീസാക്കാൻ വേണ്ടിയിട്ടല്ല. അതുവഴി എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ വിഷയത്തിലാണെങ്കിലും ഈ വിഷയത്തിലാണെങ്കിലും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ.
ഈ വീഡിയോ കാണുന്ന ഇനിയുള്ള ആൾക്കാരെങ്കിലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് ഈ ഒരു തീരുമാനത്തിൽ പോവാണ്ട് നിങ്ങൾക്ക് ഇനി കൗൺസിലേഴ്സിൻ്റെ അടുത്തോ ഫാമിലീൻ്റെ അടുത്തോ ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ അടിയിൽ ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുക്കാം. എന്നാൽ സൂയിസൈഡ് പ്രിവെൻഷൻ്റെ കോൺടാക്ട് നമ്പറാണ്. ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വിഷമം അങ്ങ് തുറന്നു പറയും. വെറുതെ അവനവന് കിട്ടിയിരിക്കുന്ന ഒരു ലൈഫ് ഡോണ്ട് ട്രൈ ടു സ്പോയിൽ. ഓക്കെ ഗൈസ്, ബൈ. Stay tuned for the next video.